നമ്മളെ ശരിക്ക് പേപ്പിക്കുന്നത് ശൈത്താൻ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ റമളാൻ മാസത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്യുന്നത്? കാരണം റമളാൻ മാസത്തിൽ ശരിക്ക് ശൈത്താനെ കെട്ടിയിടണ്ടല്ലോ. പറഞ്ഞുതരാം. മനുഷ്യന്മാരെ പേപ്പിക്കുന്നതിൽ 4 ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് ശൈത്താൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ശൈത്താൻ അല്ലാത്ത ഘടകങ്ങളൊക്കെ റമളാൻ മാസത്തിലും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മാസത്തിലാണെങ്കിൽ കൂടി തെറ്റ് ചെയ്യുന്നത്. അതിലൊന്ന് ദുനിയാവാണ്. ദുനിയാവിന് വേണ്ടി നമ്മൾ എന്ത് പണിയെടുക്കും? കുറച്ച് കയ്യിൽ ക്യാഷ് വരുന്നു കണ്ടാൽ മനുഷ്യന്മാർ എന്ത് പണിയെടുക്കും? അത് തെറ്റാവട്ടെ ശരിയാവട്ടെ എന്നൊന്നും ചിന്തിക്കില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മളെ പഴപ്പിക്കുന്ന ഒരു ഘടകമാണ്. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് മനുഷ്യന്മാരാണ്. മനുഷ്യന്മാർ ചിലപ്പോൾ നമ്മളെ നന്മ കണ്ട പ്രോത്സാഹിപ്പിച്ചോളണമെന്നില്ല, അത് ചിലപ്പോൾ നിരുത്സാഹപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ പിഴച്ച് തെറ്റുകളിലേക്ക് മുന്നിട്ട് പോകും. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നഫ്സ് അഥവാ നമ്മളെ ശരീരം തന്നെ. നമ്മൾ തന്നെയാണ് പലപ്പോഴും നമുക്ക് ഒരു വിനയാകുന്നത്. ശൈത്താന് പിഴക്കുന്ന സമയത്ത് ശൈത്താനെ പിഴപ്പിക്കാൻ മറ്റൊരു ശൈത്താൻ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അവിടെ ശൈത്താൻ പിഴക്കാൻ കാരണം ശൈത്താൻ്റെ തന്നെ നഫ്സായിരുന്നു എന്ന് കിതാബുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ 3 ഘടകങ്ങളും പ്ലസ് ശൈത്താനുമാണ് നമ്മളെ പിഴപ്പിക്കുന്നത്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടും നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.